ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഫസ്റ്റ് ഈ ഒരു വീഡിയോ നമ്മൾ ലൈഫിൽ എന്തെങ്കിലും എത്തണം, എന്തെങ്കിലും ആകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കോ അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യണം, സക്സസ്ഫുൾ ആകണം, കുറേ കാര്യങ്ങൾ നേടാനുണ്ട്, അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലിപ്പോൾ തോന്നി തുടങ്ങിയവർക്കോ അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഹൗ ടു ഗ്ലോ അപ്പ് ഫ്രം ദ ഇൻസൈഡ് ഔട്ട്. ഇപ്പോൾ 2025 മെയ് ആയല്ലേ, മെയ് കഴിയാറായി. സോ നമ്മുടെ ഈ 2025 ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരുപാട് പല റെസൊല്യൂഷൻസും എടുത്തവരായിരിക്കും നമ്മളെല്ലാവരും. ആ ഒരു റെസൊല്യൂഷൻ്റെ വീഡിയോസ് ഞാൻ ഓൾറെഡി മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മൾ ഓൾമോസ്റ്റ് ആൾക്കാരും ഒരുപാട് റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടല്ലേ. എന്നാൽ അതൊക്കെ അവിടെ തന്നെ നിൽക്കട്ടെ, ഇപ്പോഴും ടൈം ഒന്നും വേസ്റ്റ് ആയിട്ടില്ല. സോ ഈ വീഡിയോ നിങ്ങൾ കാണുവാണെങ്കിൽ ഇപ്പോൾ മുതൽ തന്നെ റെഡി ആയിക്കോ ഫോർ എ ഇന്നർ ഗ്ലോ ആൻഡ് എ ലൈഫ് ചേഞ്ച്. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ. നമുക്ക് എല്ലാവർക്കും വേണ്ടത് ട്രാൻസ്ഫോർമേഷൻ ആണല്ലേ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഫാബുലസ് ആയിട്ടുള്ള ആൻഡ് വളരെ സക്സസ്ഫുൾ വേർഷൻ ഓഫ് അവർ സെൽഫ്. അതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ അത്തരത്തിലുള്ള ചേഞ്ച് നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരാൻ ടിപ്സ് ആൻഡ് ട്രിക്സ് കൊണ്ട് മാത്രം നമുക്കത് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതെ, നമ്മുടെ ഉള്ളിൽ നിന്നാണ് യഥാർത്ഥ ചേഞ്ച് ഉണ്ടാകേണ്ടത്. സോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് 9 ways to glow up from the inside out. ആൻഡ് ഈ ഒരു ലെസൺ നമ്മുടെ സെൽഫായിട്ടുള്ള ഇംപ്രൂവ്മെന്റിനും നമ്മുടെ ഒരു ബെറ്റർ വേർഷനും വേണ്ടിയിട്ടാണ്. ഇറ്റ്സ് അബൌട്ട് പ്രോഗ്രസ്. അതെ, ലെറ്റ്സ് ലെവൽ അപ്പ് ഇൻ ലൈഫ് ആൻഡ് ഗ്ലോ അപ്പ് ടുഗദർ. സോ ഞാൻ 9 ways പറഞ്ഞു. ഫസ്റ്റ് വേ ഞാൻ ഇവിടെ പറയുന്നത് ചേഞ്ച് യുവർ സെൽഫ് ടോക്ക് ആൻഡ് ഇന്നർ ഗ്ലോ. ഒരു ദിവസം നമ്മുടെ മനസ്സിലൂടെ ആവറേജ് ഒരു 60 മുതൽ 80,000 60 to 80,000 ചിന്തകളാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. അതിൽ എത്ര തോട്ട്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആൻഡ് എത്ര തോട്ട്സ് നമ്മളെ ഹേർട്ട് ചെയ്യുന്നുണ്ട്? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരു ദിവസം എത്ര നെഗറ്റീവ് തോട്ട്സ് ആണ് നമ്മുടെ മൈൻഡിനെ ക്രോസ് ചെയ്ത് പോകുന്നത്? നമ്മളെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ സെൽഫായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചോ, പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ, ബോത്ത് പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ കാര്യങ്ങളെക്കുറിച്ചോ, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തോ ആകട്ടെ, എത്ര നെഗറ്റീവ് തോട്ട്സ് ആണ് നമ്മുടെ മൈൻഡിലൂടെ പോകാറെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സോ ഇനി മുതൽ ഇത് നോട്ട് ചെയ്ത് വെക്കുക. അതായത് നമ്മുടെ മൈൻഡിൽ നമ്മളെക്കുറിച്ച് നമുക്ക് ഉണ്ടാകുന്ന നെഗറ്റീവ് തോട്ട്സ് എല്ലാം ആദ്യം എഴുതി വെക്കുക. അതായത് നമ്മളെ സെൽഫ് ടോക്ക്, നമുക്ക് നമ്മളെക്കുറിച്ച് ഉണ്ടാകുന്ന നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് എഴുതി വെക്കുക. അത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ, മലയാളം, ഇംഗ്ലീഷ്, വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഐ ലുക്ക് ഹൊറിബിൾ ടുഡേ. ഞാൻ ഇന്ന് വളരെ എന്നെ കാണാൻ അത്ര ഭംഗിയില്ല, ഞാൻ ഇന്ന് അത്ര വളരെ നല്ലതല്ല, ഐ ലുക്ക് ഹൊറിബിൾ ടുഡേ. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കമ്പയർ ചെയ്തിട്ട് ഐ എം നോട്ട് എസ് പ്രെട്ടി ആസ് ഹെർ ആൻഡ് ഐ എം സോ സ്റ്റുപ്പിഡ് ആൻഡ് ഐ കാൺ ഡു ദിസ്. ഇങ്ങനെയൊക്കെയുള്ള തോട്ട്സ് വരുമ്പോൾ, നെഗറ്റീവ് തോട്ട്സ് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. ആൻഡ് ഈ വരുന്ന ഈ എഴുതി വെച്ച ഓരോ നെഗറ്റീവ് തോട്ടും പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് അഫർമേഷനായിട്ട് കൺവേർട്ട് ചെയ്ത് റീപ്ലേസ് ചെയ്ത് എഴുതുക. അതായത് നമ്മൾ ഈ എഴുതി വെച്ചാൽ നമുക്ക് നമ്മളെക്കുറിച്ച് തോന്നിയ ഈ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടല്ലോ, ഞാൻ ഫോർ എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞത്, ഇതിനെ പോസിറ്റീവായിട്ട് നമുക്ക് കഴിയുമെന്ന രീതിയിൽ പോസിറ്റീവായിട്ട് റീപ്ലേസ് ചെയ്ത് എഴുതുക. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഐ ലുക്ക് ഹൊറിബിൾ ടുഡേ എന്നല്ലേ. സോ അതിനെ ഐ എം ബ്യൂട്ടിഫുൾ ആസ് ഐ ആം. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭാഷയിൽ ഞാൻ എൻ്റെതായ രീതിയിൽ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ, ഐ എം വർത്തി ആൻഡ് വാല്യൂസ് ഐ ആം. ഞാൻ പറഞ്ഞത് ഐ എം സ്റ്റുപ്പിഡ് ആൻഡ് ഐ കാൻ ഡു ദിസ് എന്നാണ്. ഐ എം സ്മാർട്ട് ആൻഡ് ഐ ക്യാൻ ഡു ദിസ്, അല്ലെങ്കിൽ ഐ ക്യാൻ ഫിഗർ മൈ വേ ത്രൂ ദിസ്. അങ്ങനെ നമുക്ക് നമ്മുടേതായ ഭാഷയിൽ, മലയാളത്തിലോ ഇംഗ്ലീഷിലോ വാട്ട് എവർ ലാംഗ്വേജിൽ നമുക്ക് നമ്മുടെ മൈൻഡിൽ ഉണ്ടാകുന്ന, നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള ലാംഗ്വേജിൽ നമ്മുടെ മൈൻഡിൽ കൂടെ കടന്നു പോകുന്ന നെഗറ്റീവ് തോട്ട്സ് എഴുതി വെച്ചിട്ട് അതിന് പോസിറ്റീവായിട്ട് എഴുതി വെക്കുക. കാരണം നമ്മുടെ സെൽഫ് കോൺഫിഡൻസും സെൽഫ് ലവും ആൻഡ് സെൽഫ് വർത്തും എല്ലാം നമ്മുടെ ഈ ഒരു സെൽഫ് ടോക്കുമായിട്ട് ഇന്റർ കണക്റ്റഡ് ആണ്. അതായത് ഇതെല്ലാം നമ്മുടെ സെൽഫ് ടോക്കുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ ഒരു ചേഞ്ച് നമ്മൾ പോസിറ്റീവായിട്ട് എഴുതി വെക്കുമ്പോൾ ആ ഒരു ചേഞ്ച് നമ്മളിൽ തന്നെ ഉണ്ടാകും. സോ നമ്മളെ സക്സസ്ഫുൾ ആക്കുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ പോസിറ്റീവ് തോട്ട്സിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ബാലൻസ് വരുന്ന ആ ഒരു നെഗറ്റീവ് തോട്ട്സിനെ ഒന്ന് കെയർ ചെയ്യാതിരിക്കുക. ആൻഡ് ഈവൻ ഏതെങ്കിലും സിറ്റുവേഷനിൽ നമ്മൾ സ്ട്രെസ്ഡ് ഔട്ടോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻസ്ഡോ എനർജി ലോ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മളെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ കുറച്ചുകൂടി എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പോസിറ്റിവിറ്റി നമുക്ക് തരുന്ന കാര്യം എന്താണോ അത് ചെയ്യുക. ഈവൻ ഇപ്പോൾ മ്യൂസിക് കേൾക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ട്രാവൽ ചെയ്യുന്നതായിരിക്കും, വാട്ട് എവർ ഇറ്റ് ഈസ്. നിങ്ങൾക്ക് നമ്മൾ സ്ട്രെസ്ഡ് ഔട്ട് അല്ലെങ്കിൽ ഭയങ്കര എനർജി ലോ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആക്ടിവിറ്റി എന്താണോ അത് ചെയ്യുക. അത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എനർജി കിട്ടും ആൻഡ് നമ്മുടെ ആ ഒരു നെഗറ്റീവ് ആ ഒരു തോട്ട് അതങ്ങ് മാറിക്കിട്ടും. സോ നമ്മുടെ ഗ്ലോ അപ്പിന് വേണ്ടിയിട്ടുള്ള സെക്കൻഡ് വേ ആണ് ഗെറ്റ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. ആൻഡ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരിക. സംടൈംസ് നമുക്ക് ഭയങ്കര എനർജി ലോ ആയിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ബോറിംഗ് ഒക്കെ ആയിട്ട് തോന്നാറുണ്ടല്ലേ. ബിക്കോസ് നമ്മൾ എല്ലാ ദിവസവും ഒരേ എൻവയോൺമെൻറ്റിലാണ് ജീവിക്കുന്നത്. ചില സമയത്ത് നമ്മുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ ഇൻസ്പിറേഷനൊക്കെ അങ്ങ് സ്റ്റെയിലായതുപോലെ, അല്ലെങ്കിൽ പൊടി തട്ടിക്കിടക്കുന്ന പോലെ, അങ്ങ് പഴകിയതുപോലെ, ഓൾഡ് ആയതുപോലെയൊക്കെ നമുക്ക് തോന്നാറുണ്ട്. ഭയങ്കരമായിട്ട് മടുപ്പായതുപോലെ തോന്നാം. അതിനുള്ള പ്രധാന കാരണം നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം സെയിം ആണ്. എന്നും ഒരേ കാര്യങ്ങളാണ് നമ്മൾ ചുറ്റും നമ്മുടെ എൻവയോൺമെൻറ്റിലുള്ളത്. സോ അതിനൊരു ചേഞ്ച് വരാത്തത് കൊണ്ടും ഒരേ കാര്യങ്ങൾ തന്നെ നമ്മൾ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു മടുപ്പ്, ഇങ്ങനെ ഒരു എനർജി ലോ, ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നത്. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. സോ ഇതുപോലെയാണ് നിങ്ങൾക്കും തോന്നുന്നതെങ്കിൽ ഗെറ്റ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ ടു സ്പാർക്ക് ചേഞ്ച് ആൻഡ് ഇൻസ്പിറേഷൻ.
ഞാൻ പറഞ്ഞില്ലേ, എനിക്കും ഇങ്ങനത്തെ കുറേ ഫീലിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് സ്പേസിൽ നിങ്ങളായിട്ട് തന്നെ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരിക. ഇപ്പോൾ ഓരോരുത്തരുടെയും വർക്ക് സ്പേസ് ഡിഫറെൻ്റ് ആയിരിക്കും. സോ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഇപ്പം എനിക്ക് എല്ലാ ദിവസവും ക്ലാസ് ഒന്നും വരത്തില്ല. ഞാൻ വർക്ക് ഫ്രം ഹോം ആണ് എപ്പോഴും, ഓൾമോസ്റ്റ് ടൈമിൽ ഞാൻ വർക്ക് ഫ്രം ഹോം ആണ്. അപ്പോൾ എല്ലാ ദിവസവും ക്ലാസ് ഒന്നും വരത്തില്ല, ഇടയ്ക്ക് മാത്രം എനിക്ക് ക്ലാസ് പോയി എടുത്താൽ മതിയാകും. സോ ഞാൻ എന്താ ചെയ്തത്, വർക്ക് ഫ്രം എപ്പോഴും ആകുമ്പോൾ സെയിം എൻവയോൺമെൻറ്റ് എല്ലാം ഒരേ കാര്യങ്ങളും മടുപ്പ് തോന്നും. സോ എനിക്ക് വർക്ക് ഫ്രം ഹോമിൽ ചെയ്യാൻ, അതായത് എനിക്ക് പുറത്ത് പോയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാനിപ്പോൾ മോളിലോ എവിടെയെങ്കിലുമൊക്കെ പോയി ചെയ്യും. ഇപ്പോൾ എന്തെങ്കിലും കോണ്ടന്റ് ക്രിയേഷനോ അതുപോലെയുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാനിപ്പോൾ എനിക്കടുത്ത് ഞാൻ മോളിൽ പോയിരുന്നാണ് ചെയ്യാറ്. അവിടെ ചെന്ന് ജസ്റ്റും കൂടി അവിടുത്തെ ഒരു എൻവയോൺമെൻറ്റ് കുറച്ചും കൂടി ബെറ്ററാണ്. എനിക്ക് ഭയങ്കര റിലാക്സിങ് ആൻഡ് റിഫ്രഷിങ് ഫീലാണ് മോളിൽ പോയിരിക്കുമ്പോൾ. അവിടെ പോയിരുന്ന എൻ്റെ ബാക്കി എനിക്ക് ചെയ്യാൻ പറ്റുന്ന, പുറത്ത് പോയിരുന്ന് ചെയ്യാൻ പറ്റുന്ന വർക്ക്സ് ഒക്കെ ഞാൻ അവിടെ പോയിരുന്ന് ചെയ്യാറുണ്ട്. അപ്പോൾ കുറച്ചും കൂടി എൻ്റെ ക്രിയേറ്റിവിറ്റി കൂടുന്നുണ്ട്, കുറച്ചും കൂടി ഞാൻ ഇൻസ്പയർഡ് ആകുന്നുണ്ട്, കുറച്ചും കൂടി ഐഡിയാസ് വരുന്നു. വീട്ടിലിരുന്ന് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഐഡിയാസ് എനിക്ക് അവിടെ പോയിരുന്ന് ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ഞാനൊന്ന് മോട്ടിവേറ്റഡ് ആകുന്നത്. സോ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. സോ എൻ്റെ വർക്ക് സ്പേസിൽ, എൻ്റെ വർക്ക് പ്ലേസിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചേഞ്ചസ് ഇതൊക്കെയാണ്. അതൊക്കെ ചെയ്തു വരുമ്പോൾ നമ്മുടെ ആ സ്റ്റൈലായി പോയതുപോലെ തോന്നില്ലേ, നമ്മൾക്ക് നമ്മുടെ ഐഡിയാസൊക്കെ പഴകി പോയതുപോലെ തോന്നുന്ന ആ ഒരു ഇമോഷൻ, ആ ഒരു ഫീലിങ്സ് അങ്ങ് മാറിക്കിട്ടും, ആ ഒരു തോട്ട് അങ്ങ് മാറിക്കിട്ടും. സോ ഇപ്പം എല്ലാവരുടെയും വർക്ക് ഇതുപോലെ ആകണം എന്നില്ല. ഓരോരുത്തരുടെയും വർക്ക് സ്പേസും ആൻഡ് ലൈഫ് സ്റ്റൈലും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വർക്ക് സ്പേസിൽ നിങ്ങൾ ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റീസ്, അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വരുത്താൻ പറ്റുന്ന ചേഞ്ച്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വരുത്താൻ പറ്റുന്ന ചേഞ്ച് എന്താണോ അത് ചെയ്യുക. ഇതുകൊണ്ട് തന്നെ എനിക്ക് മാറി കിട്ടിയതെന്ന് വെച്ചാൽ, എൻ്റെ വീട്ടിലിരുന്ന് എനിക്ക് വർക്ക് ചെയ്യുമ്പോൾ, വർക്ക് ഫ്രം ഹോം ചെയ്യുമ്പോൾ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ടുണ്ടാകുന്ന മടുപ്പ് ജസ്റ്റ് ഒന്ന് മാറി കിട്ടും. പുറത്ത് പോയപ്പോൾ കുറച്ചുകൂടി റിഫ്രഷിങ് ആൻഡ് പോസിറ്റിവിറ്റിയും കൂടി കിട്ടി. സോ നിങ്ങൾക്കും നിങ്ങളുടേതായ രീതിയിലുള്ള നിങ്ങളുടെ വർക്ക് സ്പേസിൽ ഇതുപോലുള്ള ചേഞ്ചസ് വരുത്തിയാൽ നിങ്ങൾക്കും ആ ഒരു പോസിറ്റിവിറ്റിയും ഇൻസ്പിറേഷനും ഒക്കെ കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതൊരു സ്മോൾ തിങ് ആണ് എൻ്റെ ഒരു വർക്ക് പ്ലേസിൽ അല്ലെങ്കിൽ വർക്ക് സ്പേസിൽ ഞാൻ ചേഞ്ച് ചെയ്ത ഒരു ചെറിയൊരു കാര്യമാണ്. ആൻഡ് ദിസ് സ്മോൾനെസ് ഈസ് ആക്ച്വലി വെരി കംഫർട്ടിങ്. എനിക്ക് ഭയങ്കര കംഫർട്ടിങ് തന്നൊരു ചെറിയൊരു കാര്യമാണ് ഞാൻ ഈ ഒരു ചേഞ്ച് വരുത്തിയപ്പോൾ എനിക്ക് കിട്ടി. ഇപ്പോൾ നിങ്ങളുടെ കറണ്ട് വർക്ക് എൻവയോൺമെൻറ്റ് നിങ്ങളെ ബൂസ്റ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഭയങ്കര സ്റ്റൈലായിട്ട് നിങ്ങൾക്ക് ഭയങ്കര മടുപ്പ് തരുന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചേഞ്ചസ് വരുത്തി നോക്കുക. ചെറിയ കാര്യം മതിയാകും. സോ അത് നമുക്ക് കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്ത് തരും. നമ്മുടെ ആ ഒരു ഐഡിയാസൊക്കെ ഒന്ന്, ആ പൊടി തട്ടി കിടക്കുന്ന ഐഡിയാസൊക്കെ ഒന്ന് പുറത്ത് വരികയും നമ്മൾ കുറച്ചും കൂടി മോട്ടിവേറ്റഡ് ആകുകയും റിഫ്രഷ് ആകുകയും ചെയ്യും. മൂന്നാമത്തെ ഗ്ലോബ് വേ ആണ് സ്മൈൽ അറ്റ് യുവർ സെൽഫ് ഇൻ ദ മിറർ. അതായത് എപ്പോഴൊക്കെ നിങ്ങൾ കണ്ണാടിയിൽ നോക്കുന്നോ അപ്പോഴൊക്കെ ജസ്റ്റ് ഒന്ന് കോംപ്ലിമെൻറ്റ് ചെയ്യുക നിങ്ങളെ തന്നെ. ഇത് കേൾക്കുമ്പോൾ കുറച്ച് ഓക്വേർഡ് ആയിട്ടൊക്കെ തോന്നാം, ബട്ട് നമ്മുടെ സെൽഫ് കോൺഫിഡൻസും സെൽഫ് ലവും സെൽഫ് അക്സെപ്റ്റൻസും ഒക്കെ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള വേ ആണ് ഞാൻ ഈ പറഞ്ഞത്. ഇതൊരു ഫൗണ്ടേഷണൽ വേ തന്നെയാണ്. അതായത് ലൂയിസ് ഹേ മിറർ വർക്കിനെ കുറിച്ച് പറഞ്ഞത്, പുള്ളിക്കാരി കണ്ടതിൽ വെച്ച് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള വേ ആണ് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ സെൽഫ് ലവ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള വേ എന്നാണ് ലൂയിസ് ഹേ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. നമ്മുടെ സെൽഫ് ലവ് ഉണ്ടാകാനും ഇത് വളരെ ബെറ്ററാണ്. സോ നമ്മൾ മിററിൽ നോക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്മൈൽ ചെയ്യുക. സ്റ്റാർട്ട് വിത്ത് എ സിമ്പിൾ സ്മൈൽ. ആൻഡ് നമ്മൾ എന്താണോ നമ്മളെക്കുറിച്ച് ജഡ്ജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മൈൻഡിൽ നമ്മളെക്കുറിച്ച് തോന്നുന്ന തോട്ട്സ് എന്താണോ അത് നമ്മൾ മിററിൽ നോക്കി അങ്ങ് സംസാരിക്കുക. ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ, സെൽഫ് ടോക്ക് നമ്മൾ എഴുതി വെക്കുക. അത് തന്നെ നമ്മൾ മിററിൽ നോക്കി അങ്ങ് സംസാരിക്കുക. നമ്മളോട് തന്നെ സംസാരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അത് നമുക്ക് നമ്മളെക്കുറിച്ച് ഉണ്ടാകുന്ന തോട്ട്സ് നമ്മുടെ മിററിലൂടെ റിഫ്ലക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് തോന്നുന്നതെങ്കിൽ അതിനെ പോസിറ്റീവായിട്ട് പറയുക. മിററിൽ നോക്കിയിട്ട് നമ്മളെ തന്നെ കോംപ്ലിമെൻറ്റ് ചെയ്യുക. യെസ്, ഐ ക്യാൻ ഡു ദിസ്, ഞാൻ ഈ ഒരു വേയിൽ ഇത് കംപ്ലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ് എന്ന രീതിയിൽ സംസാരിക്കും. നിങ്ങളെ കുറിച്ചുള്ള നെഗറ്റീവ് തോട്ട്സ് പോസിറ്റീവായിട്ട് മിററിൽ നോക്കി സംസാരിക്കുക. എനിക്കറിയാം ഈ മിറർ വർക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു വേ ഭയങ്കര വേർഡായിട്ടൊക്കെ പലർക്കും തോന്നാം, പക്ഷേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാകും. നമ്മളെ കുറച്ചുകൂടി കംഫർട്ടബിൾ ആക്കാൻ ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വേ ആണ്. അതുമാത്രമല്ല നമ്മുടെ സെൽഫ് കോൺഫിഡൻസും സെൽഫ് ലവും ഒക്കെ കൂടാനും ഈ ഒരു മിറർ വേ അടിപൊളിയാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് നമ്മുടെ സെൽഫ് ഗ്ലോ അപ്പിന് വേണ്ടിയിട്ടുള്ള അടുത്ത മേജർ ആയിട്ടുള്ളൊരു വേ ആണ് റിലീസ് യുവർ ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ജഡ്ജ്മെന്റ് ഓക്കെ, അത് നമ്മുടേതാണ്. പക്ഷെ മറ്റുള്ളവർക്ക് കുറിച്ചുള്ള ജഡ്ജ്മെന്റ് അത് എത്ര പേര് പേടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ എത്ര പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്? ഒരുപാട് പേരുണ്ടല്ലേ. നിങ്ങളിൽ പലരും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരുടെ അക്സെപ്റ്റൻസ്, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്നുള്ളൊരു തോട്ട്, മറ്റുള്ളവരുടെ ലവ്. അതൊക്കെ കുറച്ചും കൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നുള്ളൊരു സംഭവം, ഒരു തിങ്, അതായത് മറ്റുള്ളവരുടെ ജഡ്ജ്മെന്റ്. ഇത് നമ്മൾ പലപ്പോഴും തളർത്താറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റാതായിട്ട് വരുന്നു. ചെയ്താൽ പോലും അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ ഈ ഒരു സംഭവം മാറാൻ എനിക്ക് വേണ്ടി ഞാൻ ചെയ്തത് എന്താണെന്നറിയാവോ? ഈ മറ്റുള്ളവരുടെ ജഡ്ജ്മെന്റിനെ കംപ്ലീറ്റ്ലി അങ്ങ് അവോയ്ഡ് ചെയ്യുക. അതിനെ ഡോണ്ട് കെയർ, നെവർ മൈൻഡ് ആറ്റിറ്റ്യൂഡ് അതിൽ കൊടുക്കുക.
അതായത് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്നുള്ളൊരു ആ ഒരു തോട്ട്, ആ ഒരു ഫിയർ അല്ലെങ്കിൽ ആ ഒരു സ്ട്രഗിൾ അതങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്ക് ചെയ്യാനുള്ള നമ്മുടേതായിട്ടുള്ള വർക്ക്സ് കോൺസെൻട്രേറ്റ് ചെയ്യുക. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു ഹെൽപ്പാണ് ഈ ഒരു സംഭവം ഞാൻ അങ്ങ് ഉപേക്ഷിച്ചത്. സോ അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുള്ള അനാവശ്യ പേടിയും ആ ഒരു ഫിയറും ആ ഒരു സ്ട്രഗിളും ഒക്കെ കംപ്ലീറ്റ് മാറി കിട്ടി. എൻ്റെ മൈൻഡ് നല്ല ഫ്രീ ആയി, എനിക്കൊരു ഫ്രഷ് മൈൻഡ് സെറ്റ് കിട്ടി, എനിക്കൊരു ഒരു മൈൻഡ് സെറ്റിന് ഒരു ഫ്രീനെസ് കിട്ടി, ഒരു ഫ്രീ ആയതുപോലത്തെ ഒരു ഫീലായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഫ്രീഡം, ആ ഒരു മൈൻഡിൽ അങ്ങനെയുള്ളൊരു ഫ്രീനെസ് അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡം ഒന്ന് നമ്മൾ സെൽഫായിട്ടൊന്ന് അനുഭവിച്ച് കഴിയുമ്പോൾ, സെൽഫായിട്ട് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു ജഡ്ജ്മെൻ്റ് ഒന്നും ബോദർ ചെയ്യേണ്ട കെയർ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. സോ അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് എന്നെ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്തത് ഞാൻ തന്നെയായിരുന്നു. എൻ്റെ ഈ ഒരു ചിന്താഗതിയായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഹേർട്ട് ചെയ്തതും എന്നെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് തടസ്സമായിട്ട് നിന്നതും. സോ അതങ്ങ് മാറ്റി വെച്ചപ്പോൾ മൈൻഡ് ഫ്രീ ആയി, കുറച്ചും കൂടി ആക്റ്റീവായി, ഭയങ്കര ഹാപ്പിയായി. ആ ഒരു ഫ്രീനെസ്, ആ ഒരു ഫ്രീഡം ഓഫ് ഫ്രീനെസ് കിട്ടി. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക, മറ്റുള്ളവർ അവരുടെ ലൈഫിലായിരിക്കും മൂവ് ഓൺ ചെയ്ത് പോകുന്നത്. അവർക്ക് അവരുടേതായ ടെൻഷൻസ് ഉണ്ട്, വെറീസ് ഉണ്ട്. ചിലപ്പോൾ അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കാര്യത്തിൽ പല ജഡ്ജ്മെൻറ്റും പല സ്ഥലത്തും പറഞ്ഞെന്ന് വരാം. അതിനെയൊന്നും കെയർ ചെയ്യാനേ പോകരുത്. അതൊക്കെ അവരുടെ ആ ഒരു ഫ്രസ്ട്രേഷനായിട്ട് കണക്കാക്കിയിട്ട് അതിനെ അങ്ങ് മാറ്റി വയ്ക്കുക. നമ്മുടേതായ രീതിയിൽ നമ്മുടെ ഡിസിഷൻസും നമ്മൾ ചൂസ് ചെയ്യുന്ന വേസിൽ നമ്മുടെ ഗോൾ അച്ചീവ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുക. വേറൊന്നും നമ്മൾ അതിൽ കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ജഡ്ജ്മെൻറ്റ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ ലൈഫിനെ, അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ ആയിരിക്കും ചിലപ്പോൾ ആ ജഡ്ജ്മെൻറ്റായിട്ട് പുറത്ത് വരണേ. ആ ഒരു ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഫ്രസ്ട്രേഷൻ നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ ലൈഫ് കൊളവാക്കേണ്ട കാര്യം നമുക്കില്ല. സോ നമ്മുടെ ലൈഫും ചോയ്സസും എല്ലാം നമുക്ക് തന്നെ ചൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു ഇൻഫിനിറ്റി ടൈംസ് ബെറ്റർ ആണ്. നമ്മുടെ ലൈഫിലുള്ള ഡിസിഷൻസും കാര്യങ്ങളും നമ്മൾ തന്നെ ചൂസ് ചെയ്ത് നമ്മുടെ വർക്കുമായിട്ട് മുന്നോട്ട് പോകുന്നത് അടിപൊളിയാണ്, ഭയങ്കര ബെറ്റർ ആണ് മറ്റുള്ളവരുടെ ജഡ്ജ്മെൻറ്റ് നോക്കി ജീവിക്കുന്നതിനേക്കാൾ. സോ നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചൊരു കോൺവെർസേഷൻ ആയാലോ. അതായത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നൊരു ഭയം നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരിക്കും എന്നതിനെ കുറിച്ചൊരു കോൺവെർസേഷൻ ആയാലോ. അതെന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്കതിൽ കൂടെ നോക്കാം എത്ര പേർക്ക് ഇങ്ങനെ ഒരു ഫിയർ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് നോക്കാം. സോ നമ്മുടെ ഗ്ലോ അപ്പിന് വേണ്ടിയിട്ടുള്ള അടുത്ത വേ ആണ് ഹീൽ മെന്റലി, സ്പിരിച്വലി ആൻഡ് ഇമോഷണലി. ജസ്റ്റ് ഇമാജിൻ, വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക, നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ പാസ്റ്റിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ട്രോമാസും വൂൺസും മുറിവുകളും വിഷമവും എല്ലാ കാര്യങ്ങളും, സ്ട്രെസ്സും ട്രോമാസും എല്ലാ കാര്യങ്ങളും ഒരു ബാഗേജിലാക്കി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയെന്ന് വിചാരിക്കുക. ഇപ്പോൾ നിങ്ങൾ എവിടെ ട്രാവൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെ പോകുമ്പോഴോ ഈ ഒരു ബാഗേജ് കൊണ്ടായിരിക്കുമോ പോകുന്നത്? ഇല്ല. അതുപോലെ തന്നെയാണ് ഈ ഒരു ലഗേജ്. ഈ ഒരു ബാഗേജ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ട്രോമാസും സ്ട്രെസ്സും പാസ്റ്റ് ലൈഫിൽ നടന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ നെഗറ്റീവ് കാര്യങ്ങളും ഈ ബാഗേജിനെ പോലെ തന്നെയാണ് നമ്മുടെ മൈൻഡിലോ അല്ലെങ്കിൽ നമുക്കുള്ളിൽ നമ്മളത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. സോ നമ്മൾ എവിടെ പോകുമ്പോഴും ഈ ഒരു വലിയൊരു ബാഗേജാണ് നമ്മൾ കൊണ്ട് നടക്കുന്നത്. സോ ഈ ഒരു ബാഗേജിനെ അങ്ങ് ഉപേക്ഷിച്ച് കളയുക, ഈ ഒരു ലഗേജ് അങ്ങ് ഉപേക്ഷിച്ച് കളയുക. അതായത് നമ്മുടെ പാസ്റ്റ് ലൈഫിലുണ്ടായ ട്രോമാസ്, സ്ട്രഗിൾസ്, വൂൺസ്, അല്ലെങ്കിൽ നമ്മൾ ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാകാം, എന്ത് നെഗറ്റീവ് കാര്യങ്ങളോ, നമ്മൾ എന്ത് നെഗറ്റീവ് ഇമോഷൻസ് ആണെങ്കിലും ആ എല്ലാ സംഭവങ്ങളും ആ ഒരു സ്ട്രഗിൾസും എല്ലാം അങ്ങ് ഉപേക്ഷിക്കുക. ബാഗേജ് ഉപേക്ഷിക്കുന്ന പോലെ ഉപേക്ഷിക്കുക. അതിൽ നിന്ന് നമ്മൾ റിയലൈസ് ചെയ്ത കാര്യങ്ങളും നമ്മുടെ ലെസൺസും മാത്രം എടുത്തിട്ട് ബാക്കി എല്ലാ നെഗറ്റീവ് കാര്യങ്ങളും, ആ പാസ്റ്റ് ട്രോമാസ് എല്ലാം അങ്ങ് കളയുക. അതിലുള്ള ലെസൺസും റിയലൈസേഷനും മാത്രം എടുക്കുക, മൂവ് ഓൺ ചെയ്യുക. ട്രസ്റ്റ് മീ, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും, ഭയങ്കര അടിപൊളിയായിരിക്കും. ആസ്ക് യുവർസെൽഫ്, നിങ്ങൾ ജസ്റ്റ് സ്വന്തമായിട്ടൊന്ന് ചോദിച്ചു നോക്കിയേ അല്ലെങ്കിൽ ചിന്തിച്ചു നോക്കിയേ, എൻ്റെ ഈ പാസ്റ്റ് ലൈഫിൽ നടന്ന ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോഴും വെറീഡായിട്ട് ആ വോൺസൊക്കെ ഇപ്പോഴും കൊണ്ട് നടക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സോ ഇത് നിങ്ങളുടെ ഹാപ്പിനെസ്സിൻ്റെ കീ ആണ്. ഇപ്പോൾ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അത് ഹീലാകാൻ, എന്ത് വലിയ വിഷമമോ ചെറിയ വിഷമമോ ആകട്ടെ, അത് ഹീലാവാൻ നിങ്ങൾക്ക് എത്ര ടൈം വേണം, ആ ടൈം നിങ്ങൾ ഹീലാകാൻ വേണ്ടിയിട്ട് എടുക്കുക. അതിനുശേഷം ആ ഒരു വൂൺസും ആ ഒരു നെഗറ്റീവ്സൊക്കെ അങ്ങ് കളഞ്ഞിട്ട് ലൈഫ് മൂവ് ഓൺ ചെയ്യുക. ഇപ്പോൾ എന്തെങ്കിലും വിഷമം ഉണ്ടാകുകയാണെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഹാപ്പി ആയിരിക്കണം. കുറച്ച് ടൈം കഴിയുമ്പോൾ ഈ ഒരു വിഷമമൊക്കെ അങ്ങ് പോകും. സോ അത് എപ്പോഴും കൊണ്ട് നടക്കേണ്ടതായിട്ടില്ല. എപ്പോഴും കൊണ്ട് നടന്നാലും നമ്മൾ അതേപോലെ തന്നെ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റത്തില്ല. സോ ഇതെല്ലാം കളഞ്ഞിട്ട് ജസ്റ്റ് ഹാപ്പി ആയിട്ട് ലൈഫ് മൂവ് ഓൺ ചെയ്യുക. നിങ്ങൾക്ക് ഹീലാകാൻ വേണ്ടിയിട്ടുള്ള ടൈം നിങ്ങൾ എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുക. നിങ്ങളെ തന്നെ ടേക്ക് കെയർ ചെയ്യുക. നിങ്ങളുടെ ഇമോഷൻസിനെ ടേക്ക് കെയർ ചെയ്യുക. ലേൺ ടു ഫോർഗിവ് ആൻഡ് ലേൺ ടു ലെറ്റ് ഇറ്റ് ഗോ. സോ ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്ത കാര്യങ്ങളാണിത്. കുറേ നാൾ ഈ ഒരു നമ്മളെ വോൺസൊക്കെ കൊണ്ട് നടന്നെന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. സോ ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ആ ലെസൺസ് മാത്രം എടുത്തിട്ട് ലൈഫ് മുന്നോട്ട് പോയാൽ ട്രസ്റ്റ് മീ ഭയങ്കര ബ്യൂട്ടിഫുൾ ആൻഡ് അടിപൊളി ലൈഫായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ പഠിച്ച ഏറ്റവും വലിയൊരു ലെസണാണ്, ഒരു ഡീപ്പ് ലെസണാണ് ഈ പറഞ്ഞത്.
ആൻഡ് നിങ്ങൾ ഇപ്പോഴും അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മുതൽ നിങ്ങൾക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ ഹീലാകാൻ ടൈം ആണെങ്കിൽ അത് എടുക്കുക. അതിനുശേഷം ഇതങ്ങ് വിട്ട് കളഞ്ഞിട്ട് ജസ്റ്റ് മൂവ് ഓൺ ചെയ്യുക വിത്ത് യുവർ ബ്യൂട്ടിഫുൾ ലൈഫ്. ആൻഡ് നിങ്ങൾ ഇപ്പോൾ മുതൽ ഈ ഒരു രീതി സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഐ പ്രോമിസ് നിങ്ങളുടെ ലൈഫും ആൻഡ് നിങ്ങളുടെ ഇന്നർ സെൽഫും ഇപ്പോൾ മുതൽ ഗ്ലോ അപ്പ് ആകാൻ പോവുകയാണ്. നെക്സ്റ്റ് വേ എന്ന് പറയുന്നത് ഡു ലെസ്. എന്താണല്ലേ ഡു ലെസ്? അതെ, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്യുക. അതായത് നിങ്ങളുടെ ലൈഫ് സിംപ്ലിഫൈ ആകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ടൈം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഇപ്പോഴത്തെ ആ ഒരു എറയിൽ, ഇപ്പോഴത്തെ ഒരു സമയത്ത് ഡു 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 അല്ലെങ്കിൽ മോർ തിങ് മോർ വർക്ക്സ് അങ്ങനെയൊക്കെ ആയിരിക്കും പോകുന്നത്. പക്ഷേ അങ്ങനത്തെ ഒരു ലൈഫ് പോവുകയാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ലൈഫ് ഭയങ്കരമായിട്ട് റഷിങ് ആയിരിക്കും, ഭയങ്കര ബിസി ലൈഫ് സ്റ്റൈലായിരിക്കും. നമുക്ക് എല്ലാവർക്കും അങ്ങനത്തെ ഒരു ബിസി ലൈഫ് സ്റ്റൈലാണ്. പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്കുക, ഇത്രയും അധികം കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മളൊരു ഡെയിലി ലൈഫിൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ട് നിങ്ങൾ എക്സസ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഈവൻ നിങ്ങളുടെ വർക്കിലായിരിക്കും, പേഴ്സണൽ കാര്യങ്ങളിലായിരിക്കും, ബോത്ത് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ, ഏത് കാര്യത്തിലും ആകട്ടെ. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ടൈം കണ്ടെത്തുക. അതായത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഹയർ ക്വാളിറ്റി ആക്ഷൻസിലുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. അതായത് നമുക്ക് ഈ കാര്യം ചെയ്തേ പറ്റത്തുള്ളൂ, അതിൽ നിന്ന് നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് ആണെങ്കിൽ ഹയർ ക്വാളിറ്റി ആക്ഷനാണ്, അതിൽ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അത് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുക. ആൻഡ് നമ്മുടെ ലൈഫിൽ അത്യാവശ്യമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും പ്രയോറിറ്റൈസ് ചെയ്തിട്ട് അങ്ങനെയുള്ള ഹയർ ക്വാളിറ്റി ആക്ഷൻസിൽ മാത്രം ടൈം സ്പെൻഡ് ചെയ്യുക, ഫോക്കസ് ചെയ്യുക, നമ്മുടെ വർക്ക്സ് കണ്ടിന്യൂ ചെയ്ത് പോവുക. ഇത് ബോത്ത് പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ കാര്യമാണ് ഞാൻ പറയുന്നത്. ആൻഡ് ഇങ്ങനെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പ്രയോറിറ്റൈസ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്തു പോയാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ടൈം കിട്ടും, ആ ഒരു റഷ് ലൈഫ് സ്റ്റൈൽ മാറി കിട്ടും, ആ ഒരു ബിസി സ്കെഡ്യൂൾ മാറി കിട്ടും. അങ്ങനെ ചെയ്താൽ നമ്മുടെ ലൈഫ് സ്റ്റൈലേ ഒന്ന് ചേഞ്ച് ആയി കിട്ടും, നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് കുറയും. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ക്വാളിറ്റി ടൈം കിട്ടും. അതുപോലെ തന്നെ ലെസ് സ്ട്രെസ്, മോർ ഇൻറ്റൻഷൻ, ലെസ് ഡൂയിങ്, മോർ ലിവിങ്. സോ ഇപ്പോൾ തന്നെ ചിന്തിക്കുക, ഈ ഇയറിൽ ചിലപ്പോൾ ഓൾമോസ്റ്റ് ആൾക്കാരും ഭയങ്കരമായിട്ട്, അതായത് ഈ ഇയർ 2025 സ്റ്റാർട്ട് ചെയ്തപ്പോൾ റെസൊല്യൂഷൻ എടുത്തായിരിക്കും ഈ ഇയറിൽ ഞാൻ റഷിങ് ആകില്ല എന്ന്. സോ ഇനിയും അത് പറ്റിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആ ഒരു റെസൊല്യൂഷൻ എടുക്കുക, ഇനി അങ്ങോട്ട് ഞാൻ റഷിങ് ആവില്ല, റഷിങ് ലൈഫ് സ്റ്റൈൽ ഞാൻ കൊണ്ടുപോയില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് അനാവശ്യമായിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു എക്സസ് കാര്യങ്ങളൊന്ന് കട്ട് ചെയ്യുക. ആൻഡ് ടെൽ യു സെൽഫ്, മിറർ നോക്കി പറയാം അല്ലെങ്കിൽ സെൽഫായിട്ട് പറയാം, ഐ ഹാവ് ഇനഫ് ടൈം ആൻഡ് ഐ ഡോണ്ട് ഹാവ് ടു റഷ്. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ലൈഫ് കുറച്ചും കൂടി പീസ്ഫുൾ ആകും, ബ്യൂട്ടിഫുൾ ആകും. സെൽഫ് ഗ്ലോ അപ്പിൻ്റെ അടുത്ത വേ ആണ് ഏബിൾ ടു കോൺഫിഡൻ്റ്ലി സേ നോ. അതെ, കോൺഫിഡൻ്റ്ലി സേ നോ. അതെ, നോ പറയാൻ പഠിക്കുക. ആൻഡ് ഇറ്റ്സ് ഓക്കെ ടു സേ നോ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങളോട് നോ പറയുന്നത് കൊണ്ട് ആരും നിങ്ങളെ വെറുക്കാനോ അല്ലെങ്കിൽ നിങ്ങളൊരു ഹൊറിബിൾ പേഴ്സൺ ആണെന്ന് പറയാനോ പോകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളൊരു ഹൊറിബിൾ പേഴ്സൺ ആയിട്ട് കൺസിഡർ ചെയ്യാനോ പോകുന്നില്ല. ഓൺലി സേ യെസ്. എപ്പോഴാണ് നമുക്ക് യെസ് പറയണ്ടേ? നമുക്കും കൂടി ചെയ്യാൻ വില്ലിംഗ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ താല്പര്യമുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഈവൻ അത് ഹെൽപ്പ് ആകാം, ഇൻവിറ്റേഷൻ ആകാം, ഇപ്പം ബോത്ത് പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ കാര്യമാകാം, നമുക്കും കൂടി ചെയ്യാൻ നമുക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നമുക്കും കൂടി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം, ഈവൻ ഇമോഷണലി ആൻഡ് ഫിസിക്കലി നമുക്കത് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും മാത്രം, 100% ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും മാത്രം യെസ് പറയുക. അതിപ്പോൾ ജോബ് ആകാം, പേഴ്സണൽ കാര്യമാകാം, എന്തെങ്കിലും ഹെൽപ്പ് ആകാം, എന്തും ആകട്ടെ, 100% ചെയ്യാൻ വില്ലിംഗ് ആണെങ്കിൽ മാത്രം യെസ് പറയുക, അല്ലെങ്കിൽ നോ തന്നെയാണ് പറയേണ്ടത്. ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നിങ്ങളുടെ റെസ്പോണ്ട് ഇങ്ങനെയാണെങ്കിൽ നോ തന്നെ പറയുക, അവിടെ യെസ് പറയാൻ പോകരുത്. ആൻഡ് നോ പറഞ്ഞത് കൊണ്ട് ഡോണ്ട് ഫീൽ ബാഡ്. ഞാൻ കേട്ടതോ വായിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. റിമെമ്പർ, സേയിങ് നോ മീൻസ് സേയിങ് യെസ് ടു യുവർ സെൽഫ് ഓർ സേയിങ് യെസ് ടു സംതിങ് ബെറ്റർ. അതായത് നമ്മളിപ്പോൾ ഒരാളോട് നോ പറയുവാണെങ്കിൽ നമ്മളോട് യെസ് പറയുന്നത് പോലെ തന്നെയാണ്. കാരണം നമുക്ക് താല്പര്യമില്ലാത്ത കാര്യത്തിനാണല്ലോ നമ്മൾ നോ പറയുക. അത് മാത്രമല്ല, നിങ്ങൾക്ക് നോ പറയാൻ വേണ്ടിയിട്ട് എക്സ്ക്യൂസസ് കണ്ടെത്തേണ്ട ആവശ്യമില്ല. ചില ആൾക്കാരുണ്ട് നോ പറയുന്നതിന് പകരം ഓ സോറി ഐ കാൺട്ട് മേക്ക് ദിസ് ബിക്കോസ് ബ്ലാ 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 ബ്ലാ. അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നമുക്ക് നോ പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ചെറിയൊരു സിറ്റുവേഷൻ ഞാൻ പറയാം. ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഇൻവിറ്റേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്രേറ്റ് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി തരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്ടിയിൽ ഇൻവൈറ്റ് ചെയ്യുമോ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിക്കുക. നമുക്കിപ്പോൾ അതിൽ പോകാൻ താല്പര്യമില്ലെങ്കിൽ ജസ്റ്റ് പറയുക, എനിക്ക് വരാൻ താല്പര്യമില്ല, താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ താങ്ക് യു ഫോർ ദിസ് ഇൻവിറ്റേഷൻ, ബട്ട് ഐ എം നോട്ട് അവൈലബിൾ എന്നങ്ങ് പറയാം. എനിക്കിതിൽ വരാൻ താല്പര്യം. അപ്പോൾ ഇതൊരു ഹെൽത്തി വേ ഓഫ് നോ ആണ്. സോ സിറ്റുവേഷൻസ് ഇങ്ങനെ ആകണം എന്നില്ല. ഇതൊരു ചെറിയൊരു സിറ്റുവേഷൻ ഞാൻ ഫോർ എക്സാമ്പിൾ എന്ന രീതിയിൽ പറഞ്ഞതാണ്. പല സിറ്റുവേഷൻസിലും നമുക്ക് പല രീതിയിൽ നോ പറയേണ്ടതായിട്ട് വരും. സോ നോ പറയേണ്ട സിറ്റുവേഷനിൽ നോ തന്നെ പറയുക. ഫൈൻഡ് അതർ എക്സ്ക്യൂസസ് കണ്ടെത്താതിരിക്കുക. ആവശ്യമില്ലാതെ നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ യെസ് പറഞ്ഞ് അതിനെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാണ്ട് നോ പറയേണ്ട സിറ്റുവേഷനിൽ നോ തന്നെ പറയുക. സോ അടുത്ത വേ ആണ് നമ്മുടെ സറൗണ്ടിങ്സ്, ദ ബെറ്റർ സറൗണ്ടിങ് പീപ്പിൾ. അതായത് നമുക്ക് ചുറ്റുമുള്ള പീപ്പിൾ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരാണ് നമ്മൾ ഷേപ്പ് ചെയ്യുന്നത്. അങ്ങനെ പറയാൻ നിങ്ങൾ എഗ്രി ചെയ്യോ? പക്ഷേ അത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്.
അതായത് ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്നതും സംസാരിക്കുന്നതും നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നതും ആൾക്കാരുണ്ടല്ലോ, അവരുടെ ആ ഒരു സറൗണ്ടിങ്സ് അവർക്ക് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഡെയിലി ലൈഫിലുള്ള നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ, ഈവൻ ഫാമിലി ആകാം, ഫ്രണ്ട്സ് ആകാം, വർക്ക് പ്ലേസിലുള്ള ആൾക്കാരാകാം, എന്തോ ആകട്ടെ, അവർ അൺമോട്ടിവേറ്റഡും ലേസിയോ ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ആ ഒരു രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനും ചാൻസ് കൂടുതലാണ്. സോ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ എങ്ങനത്തെ ആൾക്കാർ വേണമെന്ന് നമ്മളാണ് ചൂസ് ചെയ്യേണ്ടത്. അതായത് ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ലെങ്കിൽ നമ്മൾ ആ ഒരു നെഗറ്റീവ് രീതിയിലായിരിക്കും നമ്മുടെ ഒരു ചിന്താഗതിയും പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാർ മോർ അംബീഷ്യസും അല്ലെങ്കിൽ ഭയങ്കര മോട്ടിവേറ്റഡും ഭയങ്കര ഹാർഡ് വർക്കിങ്ങും നല്ല പോസിറ്റീവ് തോട്ട്സും ഫോർവേഡ് തോട്ടും ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ആ ഒരു രീതിയിലുള്ളൊരു ഇൻഫ്ലുവൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചിന്താഗതി എന്താണോ അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടർ എന്താണോ അതിനനുസരിച്ചുള്ള ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഈവൻ ഇപ്പോൾ റിലേഷൻഷിപ്പ് ആകാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആകാം, അല്ലെങ്കിൽ വർക്ക് പ്ലേസിലാകാം, ഒരുപാട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. സോ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ ചൂസ് ചെയ്ത് അവരുമായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്യുക, ടൈം സ്പെൻഡ് ചെയ്യുക. സോ നമുക്ക് വേണ്ടിയ തരത്തിലുള്ള ഒരു ചേഞ്ച് നമ്മുടെ ലൈഫിൽ അതിൽ നിന്നുണ്ടാകും. ഈവൻ ഇപ്പോൾ അത് മാത്രമല്ല, നമ്മൾ കാണുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആപ്റ്റായിട്ടുള്ള വീഡിയോസ് നമുക്ക് നെഗറ്റിവിറ്റി തരുന്ന അല്ലെങ്കിൽ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന വീഡിയോസ് മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് നമ്മളെ പോസിറ്റീവ് ആക്കുന്ന, മോട്ടിവേറ്റ് ആകുന്ന രീതിയിലുള്ള വീഡിയോസ് കാണുക. അതിൽ നിന്നും നമുക്ക് ഇൻഫ്ലുവൻസ് കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് ഗ്ലോ അപ്പ് ആവണമെങ്കിൽ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തരത്തിലുള്ള ആൾക്കാരുമായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക, അത്തരത്തിലുള്ള വീഡിയോസ് കാണുക. അങ്ങനെ ഒരു ഹെൽത്തി എൻവയോൺമെന്റിൽ നിന്ന് നമുക്ക് കുറച്ചും കൂടി ഗ്ലോ അപ്പ് ആകാനും നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ബെറ്റർ സെൽഫ് ആകാനും നമുക്ക് സാധിക്കും. അങ്ങനെ ഒരു ഹെൽത്തി ആൻഡ് ബെറ്റർ ആയിട്ടുള്ള എൻവയോൺമെന്റിൽ നിന്ന് മാത്രമേ നമുക്ക് വളരാനും സാധിക്കുകയുള്ളൂ. സോ ആൾക്കാരെ ചൂസ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചൂസ് ചെയ്യുക. ആൻഡ് ഗ്ലോ അപ്പിന് വേണ്ടിയിട്ടുള്ള ഫൈനൽ വേ ആണ് അലൈൻ യുവർ സെൽഫ് ടു യുവർ ലോങ് ടേം വിഷൻ. ഷോർട്ട് ടൈം, അതായത് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്ന അല്ലെങ്കിൽ ബെനിഫിറ്റ് കിട്ടുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യരുത്. കാരണം അത് ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കാം, പെട്ടെന്ന് റിസൾട്ട് കിട്ടുമായിരിക്കാം, പക്ഷേ അത് ഷോർട്ട് ടേം മാത്രമായിരിക്കും, ഷോർട്ട് ടേം ഗെയിൻ മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഷോർട്ട് ടേം ഗെയിൻ ചെയ്യാൻ ഭയങ്കര ടെംപ്റ്റിംഗ് കൂടുതലായിരിക്കും. കുറച്ചും കൂടി കൂടുതൽ നമുക്കൊരു താല്പര്യമുള്ളത് ഷോർട്ട് ടൈം ഗെയിനിന് വേണ്ടിയിട്ടായിരിക്കും. എന്നാലും അങ്ങനെ മാത്രം ചെയ്യരുത്. അത് കാരണം ആ ഒരു റിസൾട്ട് അല്ലെങ്കിൽ നമുക്കത് കുറച്ച് ഷോർട്ട് പീരീഡിൽ മാത്രമേ കാണത്തുള്ളൂ. സോ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ലോങ് ടേം വിഷൻ വേണം. അതായത് നമ്മൾ എന്താണ് അച്ചീവ് ചെയ്യാൻ പോകുന്നത് എന്നൊരു ലോങ് ടേം വിഷൻ വേണം. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം എന്നുള്ളൊരു വിഷൻ ബോർഡ് വേണം. ആൻഡ് ഈ ഒരു ലോങ് ടേം ആ ഒരു അച്ചീവ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഗോളിൽ എത്തിച്ചേരാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ഒരുപാട് ടഫായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നൊക്കെ പുറത്ത് വരേണ്ടി വരും, നമ്മൾ കുറച്ചും കൂടി വർക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ ആ ലോങ് ടേം ഗെയിൻ ഉണ്ടല്ലോ, അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ ഡ്രീം ചെയ്യുന്ന കാര്യമായിരിക്കും, അല്ലെങ്കിൽ അത് പെർമനൻ്റ് ആയിരിക്കും. ഇഫ് യു വാണ്ട് ടു ട്രൂ ഗ്ലോ അപ്പ് ഇൻ യുവർ ലൈഫ്, ചൂസ് ലോങ് ടേം ഗെയിൻ. സോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക നമ്മുടെ ലോങ് ടേം ഗെയിൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഗോൾ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുക, ഒരു വിഷൻ ബോർഡ് തയ്യാറാക്കുക, അതിന് വ്യക്തത വരുത്തുക എന്താ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതെന്ന്. സോ ഇങ്ങനെ ഒരു വ്യക്തത വരുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരുപാട് ചാലഞ്ചസ് വരാം. നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരേണ്ടി വരും. നമ്മൾ ഒരുപാട് ചാലഞ്ചസ് നേരിടാം. ചിലപ്പോൾ ചില കാര്യങ്ങളിൽ ഫെയിലായി പോകാം. എന്തായാലും കുഴപ്പമില്ല, ആ ഫെയിലിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അത് അറിഞ്ഞിട്ട് വീണ്ടും മുന്നോട്ട് ചെയ്യുക, മൂവ് ഓൺ ചെയ്യുക, മുന്നോട്ട് പോകുക. അതായത് അതിനുശേഷം നമ്മൾ വെക്കുന്ന ഓരോ സ്റ്റെപ്പും, അതായത് ഈ ലോങ് ടേം വിഷൻ ബോർഡ്, ആ ഒരു ഗെയിൻ നമ്മൾ ഗോൾ ചാർട്ട് ചെയ്തതിന് ശേഷം, അതിന് വ്യക്തത വരുത്തിയതിന് ശേഷം, ആ ഒരു വിഷൻ ബോർഡ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ വെക്കുന്ന ഓരോ സ്റ്റെപ്പും നമ്മുടെ ആ ഒരു ലോങ് ടേം ആ ഗെയിനിന് വേണ്ടിയിട്ട് ആയിരിക്കണം. ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും അതിനോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം മാക്സിമം ചെയ്യേണ്ടത്. ഷോർട്ട് ടേം ഗെയിനിൽ ഒരു കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകരുത്. ചിലപ്പോൾ നമുക്കിത് ഈസി ആയിരിക്കാം ലോങ് ടേം ഗോൾ, ചിലപ്പോൾ നമുക്കത് ചാലഞ്ചിങ് ആയിരിക്കാം. ആ ചാലഞ്ചൊക്കെ അക്സെപ്റ്റ് ചെയ്ത് ആ ഗോളൊന്ന് അച്ചീവ് ചെയ്യുക, മൂവ് ഓൺ ചെയ്യുക. ഫെയിൽ ആയാലും വീണ്ടും മൂവ് ഓൺ ചെയ്യുക. സോ അങ്ങനെ ചെയ്താൽ ഫൈനലി നിങ്ങൾ ആ ഗോളിൽ എത്തുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ആ ഒരു ലോങ് ടേം ഗെയിൻ, ആ ഒരു ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും. നിങ്ങളുടെ ഗോൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഡ്രീം ലൈഫിൽ നിങ്ങൾക്ക് എത്തിച്ചേരാനും പറ്റും. ആൻഡ് ഡു ആൻഡ് വാക്ക് യുവർ സ്റ്റെപ്പ് ഫോർവേഡ്. സോ ഇത്രയും ഒരു വേ ആണ് ഞാൻ നമ്മുടെ ഒരു സെൽഫ് ഗ്ലോ അപ്പിന് വേണ്ടിയിട്ട്, സെൽഫ് ഗ്ലോ അപ്പ് ഇൻസൈഡ് ഔട്ടിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഷെയർ ചെയ്തത്. ഇതൊക്കെ ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് സക്സസ്ഫുൾ ആയിട്ട്, അല്ലെങ്കിൽ എനിക്ക് ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തിട്ടും കൂടിയാണ് ഞാൻ ഈ ഒരു 9 ways ഞാൻ ഷെയർ ചെയ്തത്. സോ ഓൾറെഡി നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചിട്ട് മൂവ് ഓൺ ചെയ്യുക. ഐ പ്രോമിസ് നിങ്ങൾക്കും ബെറ്റർ റിസൾട്ട് തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഓൾ ഗുഡ് ലക്ക് ഫോർ യുവർ ഗ്ലോ അപ്പ്. ആൻഡ് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ഈ ഒരു ജേണിയിൽ നിങ്ങളോടൊപ്പം ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇന്നർ ഗ്ലോ അപ്പിനുള്ള ഒരു വീഡിയോ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഔട്ടർ ഗ്ലോ അപ്പിനുള്ള വീഡിയോ ആണ്. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിൽ കാണാം. അൻറ്റിൽ ദെൻ ബൈ.